ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താണെന്ന് നോക്കിയാലോ. എന്നാൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഷോപ്പിലേക്ക് വന്നിട്ടുള്ളത്. എന്താണെന്നും എന്തിനാണെന്നും ഒക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അകത്തളത്തിലോട്ട് കയറിയാലോ. കമോൺ ഗായ്സ്. അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് നാളത്തെ ദിവസത്തിന് വേണ്ടിയിട്ടാണ്. നാളത്തെ ദിവസം എന്ന് പറയുമ്പോൾ നാളെ എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ദിവസമാണ്. ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ തന്നൊരു ദിവസം, എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ജന്മദിനം. അതെ, അവൾക്ക് നാളെ 4 വയസ്സ് തികയും. എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങളൊക്കെ പോകുന്നത്, കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരുന്നത്. എല്ലാം എനിക്ക് ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. അവളെ പ്രസവിച്ചതും ആദ്യമായിട്ട് കണ്ടതും ഉമ്മ വെച്ചതും ഒക്കെ എൻ്റെ കണ്ണിലൂടെ മിഞ്ഞമായി പോകുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ, വലിയ വിലപിടിപ്പുള്ള ഒന്നല്ല കേട്ടോ, നമ്മളെ കൊണ്ട് പറ്റാവുന്ന സാധനങ്ങൾ. മക്കളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ നമ്മൾ പാരൻസിനല്ലാതെ വേറെ ആർക്കാ കൂടുതലായിട്ട് അറിയാൻ പറ്റുക. ഓ മൈ ഗോഡ്, അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം മറന്നു. ഡെക്കറേഷൻസിനുള്ള ബലൂൺസും സാധനങ്ങളും കൂടി മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഓരോ ടെസ്റ്റ് ഡ്രൈവൊക്കെ നടത്തുന്നുണ്ട്. ഹെലികോപ്റ്ററും പ്ലെയിനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് നമ്മളുടെ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ അവൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ നോക്കുന്നതിനിടയിലാണ് ഈ ഒരു ബാർബി സെറ്റ് കാണുന്നത്. ആൾക്ക് ബാർബി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒട്ടുമിക്ക ഗേൾസിനും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നോക്കുമ്പോണ്ടതാ വലിയൊരു സ്പൈഡർമാൻ കൊട്ടയിൽ കിടന്നുറങ്ങുന്നു. അപ്പം നമ്മളത് മൈൻഡ് ചെയ്തില്ല. അവൾക്കൊരു ചെറിയ പാവെടുത്ത് കയ്യിൽ പിടിച്ചു. പക്ഷെ എന്നാലും എനിക്ക് ആ സ്പൈഡർമാനെ വേണമെന്നാണ് കേട്ടോ. കാരണം അവൾക്ക് സ്പൈഡർമാനെ ഇഷ്ടമാണ്. പിന്നെ ചോക്ലേറ്റ്സിൻ്റെ കാര്യത്തിൽ പിന്നെ നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല, കാരണം ഏത് കുട്ടികൾക്ക് അത് ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ അവിടെ വെച്ച് കാണുന്നത് കേട്ടോ. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ വെറും ഫ്രണ്ടല്ല കേട്ടോ, ആളൊരു യൂട്യൂബറും കൂടിയാണ്, ഒരു മെഹന്തി ആർട്ടിസ്റ്റാണ്. എൻ്റെ കല്യാണത്തിനും ഇവളാണ് കേട്ടോ മെഹന്തി ഇട്ടത്. ഞങ്ങൾ കത്തി വെച്ച് ടൈം പോയതറിഞ്ഞില്ല. അപ്പോഴേക്കും ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് കവറിലാക്കി തന്നു കേട്ടോ. ഇവന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ ഇത്രക്ക് നാണം എന്നെനിക്കറിയില്ല കേട്ടോ. ഞങ്ങളങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് ഒരു നഗ്ന സത്യം മനസ്സിലാക്കുന്നത്. പുറത്ത് നല്ല മഴയെന്ന് പറയുമ്പോൾ മഴയുടെ തുടക്കം. ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന് ഞാനും കെട്ടിയവന് മുഖത്തോട് മുട്ടി നിൽക്കുന്നു. എനിവേ, ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ പള്ളിവളവിലാണ്. ഗിഫ്റ്റ് ലാൻഡ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അത് കഴിഞ്ഞ് നമ്മൾ കേക്കൊക്കെ മേടിക്കാൻ വേണ്ടി കയറിയിട്ടു, അതും അവിടെ തന്നെയാണ്. അങ്ങനെ കേക്കൊക്കെ മേടിച്ച് വീട്ടിലെത്തി. അങ്ങനെ നേരം വെളുത്തു. ഗുഡ് മോർണിംഗ് ഗായ്സ്. നേരം വെളുത്ത് നമ്മൾ ഈ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി തന്നെ. നമുക്കിനൊരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ കണ്ടാലോ. എങ്ങനെയുണ്ട് ട്രാൻസ്ഫോർമേഷൻ? ഇനി താരം എവിടെയാണെന്നല്ലേ, ബർത്ത്ഡേ ഗേൾ പുറത്താണ് കേട്ടോ. ഇക്കാനെയും കൊണ്ട് ഞാൻ പുറത്ത് വിട്ടു. അപ്പത്തിന് ഞാനിവിടെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവളെ പുറത്ത് വിട്ടത്, ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളുണ്ടാവും, എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് കാണിച്ചു തരുന്ന ചില നിമിഷങ്ങൾ. അങ്ങനെ ഒരു നിമിഷമായിരുന്നു എനിക്കത്. കാരണം അവളുടെ റിയാക്ഷൻ അതെനിക്ക് ഏറ്റവും വലുതായിരുന്നു. ഭയങ്കര സന്തോഷം തരുന്ന ഒരു ദിവസം. പ്രത്യേകിച്ച് ഞാൻ വളരെ സന്തോഷത്തിലാണ്. എന്നാലും ഇങ്ങനെയൊക്കെ കാണുമ്പോഴല്ലേ നമുക്കും എന്തിനാണ് ജീവിക്കുന്നതെന്നുള്ളൊരു ഓർമ്മ വരുന്നത് തന്നെ. അങ്ങനെ ആൾ ഗിഫ്റ്റ്സൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. എന്താണ് ഏതാണ് ഇപ്പം തന്നെ പൊട്ടിച്ചാൽ കൊള്ളാമെന്നും ഉണ്ട് ആൾക്ക്. അപ്പോൾ അവൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് അതാണെന്ന് തോന്നുന്നു. ആളിപ്പോൾ അത് പൊട്ടിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് ഏതാണെന്നൊക്കെയാണ് ആളുടെ ചോദ്യം. ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പൊട്ടിക്കാം എന്ന് പറഞ്ഞു. കാരണം ഇത് രാവിലെയാണ് കേട്ടോ. ആൾ എണീറ്റിട്ടേ ഉള്ളൂ, മുഖം കഴുകിയിട്ടുള്ളൂ, പല്ല് പോലും തേച്ചിട്ടില്ല. കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. ഈ ഒരു റിയാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ രാത്രി മുതലേ സ്വപ്നം കണ്ട് കിടന്നിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇവളുടെ ഈ മുഖം കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും. ഒരുപാട് ഇമോഷണലി എന്താ പറയുക, എനിക്ക് പറയാൻ ശരിക്കും വാക്കുകളില്ല. അത്രയ്ക്ക് സന്തോഷം തരുന്ന ദിവസമായിരുന്നു ഇത്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം. എനിവേ, ബാക്കി കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് അൺബോക്സിങ്ങും ഒക്കെ കാണാം. സ്റ്റേ ട്യൂൺഡ്.